കഴിഞ്ഞ എപ്പിസോഡിൽ നിയാൻ അവളെ കിസ് ചെയ്യുന്നതൊക്കെ ചുങ്സിയുടെ സ്വപ്നത്തിൽ മാത്രമായിരുന്നു. ബോധം വരുമ്പോഴാണ് അവൾ അറിയുന്നത് സ്വപ്നമായിരുന്നു കണ്ടത്. എന്തൊരു വൃത്തികെട്ട സ്വപ്നമായിരുന്നു, അയ്യോ എന്ന് പറഞ്ഞ് നേരെ പോയി കിടന്നു. അങ്ങനെ ഹുവാൻജിയുടെ കമ്പനി ആനിസിലെത്തുകയാണ്. പാട്ടിൽ നിയാനും എത്തിച്ചേരുന്നുണ്ട്. മാസ്ക് വെച്ചതിനാൽ ആർക്കും കണ്ടെത്താനായി കഴിഞ്ഞില്ല. വന്നതും ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുമ്പോഴാണ് ലൂയിസ് ആണെന്ന് തിരിച്ചറിയുന്നത്. ആ ലേഡി ഉടനെ അവൾക്ക് ഇൻഫോം ചെയ്ത് ലൂയിസ് എത്തിയിട്ടുണ്ട്. സിൽവർ കളർ മാസ്ക് ആണ് ഇരിക്കുന്നത്. അതേ പരിപാടിയിൽ അവളുടെ സ്റ്റെപ്പ് മദർ എത്തിയിട്ടുണ്ടാകും. നിയാനെ കണ്ടതും നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവൾക്ക് ഞാനാണ് ലൂയിസ് എന്ന് അറിയാൻ പല വഴികളിൽ ഞാൻ കൊടുത്തു, പക്ഷേ അവൾക്കത് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ഇത്തവണ എന്റെ ഡ്രസ്സും മുഖംമൂടിയും അറിയാം, അപ്പോൾ അവൾ എന്നെ കണ്ടെത്തുമെന്ന് നോക്കട്ടെ പറയുമ്പോൾ പിന്നിൽ നിന്ന് പെട്ടെന്ന് ഹുവാൻജി കേൾക്കുകയും അപ്പോൾ നിയാനാണ് ലൂയിസ് എന്ന് മനസ്സിലാവുകയും അവളോടൊപ്പം താമസിക്കുമ്പോൾ പോലും അവൻ തന്റെ വ്യക്തിത്വം പോലും മറച്ചു വെച്ചു. അപ്പോൾ അവർക്കൊരു ഗൂഢലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് ചിന്തിച്ച് ഹുവാൻജി മാറി നിന്ന് ഒരാളെ വിളിച്ച് ഞാൻ തരുന്ന ഫോട്ടോയിലുള്ളതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് മാസ്കൊക്കെ ഇട്ട് ഇന്ന സ്ഥലത്ത് വരാനായിട്ട് പറയുകയാണ്. നിയാൻ നിന്റെ പദ്ധതി എന്തായാലും വിജയിക്കാൻ അനുവദിക്കില്ല എന്ന് ഹുവാൻജി മനസ്സിൽ പറയുന്നു. ഇവിടെ ചുങ്സി ആണെങ്കിൽ ലൂയിസിനെ തേടി നടക്കുകയാണ്. എന്നാൽ മാസ്ക് വെച്ചതിനാൽ ആരാണ് ലൂയിസ് എന്ന് പോലും കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. ഓരോരുത്തരെ കാണുമ്പോൾ ഇനി അവനാണോ ഇവനാണോ എന്ന മട്ടിലാണ് നോക്കുന്നത്. അവൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് എല്ലാവരും ഒരേ ഡ്രസ്സിലാണ് വന്നത്. ഇനി ഇതിൽ ഏതാണ് ലൂയിസ് എന്ന് ഡൗട്ട് അടിച്ചായിരിക്കും ചുങ്സി നിൽക്കുക. അവളുടെ ആ നിൽപ്പ് നിയാൻ കാണുകയുണ്ടായി. അവൻ അവളെ മനസ്സിലായി. അപ്പോഴേക്കും ലൂയിസിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ചുങ്സിയ നിയാൻ്റെ അടുത്തേക്ക് വരുന്നു. അവളുടെ വരവ് കാണുമ്പോൾ നിയാന് എന്താണ് ചെയ്യുക, അവൾ കണ്ടുപിടിച്ചല്ലോ എന്ത് പറയുമെന്ന് പേടിച്ച് നിൽക്കുമ്പോഴാണ് അവൾ നിയാനെ നോക്കാതെ നിയാനെ പാസ് ചെയ്തിട്ടായിരിക്കും പോവുക. സത്യത്തിൽ അവൾ ലൂയിസിനെ ഇങ്ങനെ നോക്കിയാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. അതിനാൽ ലൂയിസിന് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഡാൻസ് ചെയ്യുന്നു. അവൻ ഇഷ്ടമുള്ള പാട്ടിട്ടാൽ എന്തായാലും അവനും വന്ന് ഡാൻസ് ചെയ്താൽ കണ്ടുപിടിക്കാനായി എളുപ്പമായില്ലെന്ന് വിശ്വാസത്തോടെ കളിക്കുകയാണ്. അങ്ങനെ ലൂയിസിന് വേണ്ടി ഡാൻസ് കളിച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും നിയാൻ വരുന്നത്. അങ്ങനെ രണ്ടുപേരും അതിമനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നു. എന്നാൽ ചുങ്സിക്ക് അവനെ കാണുമ്പോഴൊക്കെ ടങ്ഷിക്കൊപ്പം ചേർന്ന് ഡാൻസ് കളിച്ചത് ഓർമ്മയാണ് വരുന്നത്. പിന്നെ എനിക്ക് ടങ്ഷിയാണ് ഓർമ്മ വരുന്നത്. വിവാഹത്തിൻ്റെ തലേ ദിവസമാണ് അവൻ പോയത്. അവനെ അവസാനമായി കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിയാനും പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത് ഓർക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരാളുമായി പ്രണയത്തിലാകുമോ, എന്നാലും ഞാൻ അവനെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ആകെ വിഷമിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഡാൻസ് നിർത്തിപ്പോയി. അപ്പോൾ ചുങ്സിയ പിന്നാലെ ടങ്ഷി എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിന്നെങ്കിലും തിരിഞ്ഞു നോക്കാതെ പോയി. അപ്പോഴേക്കും ഹുവാൻജി വന്ന് ചുങ്സിയ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ടങ്ഷിയെ കണ്ടു, മരിച്ചവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, നീ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാകാം, അതാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇവിടെ ചേച്ചി നിയാനെ ചീത്ത പറയുകയാണ്. നന്നായി നീ വേഗം പോയത്, അല്ലെങ്കിൽ അവളും ഹുവാൻജി ചേർന്ന് നിന്റെ മാസ്കോരി ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നീ വൈറലായനെ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേ ചെയ്തത് മതി, അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്ക്. അതിന് നിയാൻ മറുപടി കൊടുക്കാതെ ഞാൻ പോവേണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നിയാൻ പോയതും പിന്നാലെ ചേച്ചിക്ക് ഒരു കോൾ വരുന്നു. ഒരു വിട്ടുവീഴ്ചയും വേണ്ട, ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, നിങ്ങൾക്ക് അവനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യും. അവൻ എൻ്റെ പദ്ധതികളിൽ തകർക്കാൻ നിൽക്കുകയാണ്. നിങ്ങളെ ഞാൻ അവനോടൊപ്പം അടക്കും എന്ന് പറയുമ്പോൾ എന്നാൽ ആരാണ് വിളിക്കുന്നു പോലും അറിയില്ല. പിറ്റേന്ന് രാവിലെ നിയാൻ അവൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് ചോദിക്കുമ്പോൾ ചുങ്സി അവിടെ ഇരുന്ന് സിക്സ് പാക്കുള്ള പയ്യന്മാരുടെ ഫോട്ടോ എല്ലാം നോക്കിയിരിക്കുകയാണ്. അത് കണ്ട നിയൻ ഇതെല്ലാം ആൾക്കാരെ കാണിക്കാൻ ഉള്ള ആർട്ടിഫിഷ്യലാണ്, നിന്നെ പോലെയുള്ളവർ ഇത് നോക്കി ഇരിക്കൂ എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് എന്താ, നിനക്ക് ഇല്ലാത്തതുകൊണ്ട് അസൂയല്ലേ. അസൂയോ എന്തിന്, നിന്നെ കണ്ടാൽ ഉണങ്ങിയ കോഴിയെ പോലെ ഉണ്ട് എന്നവൾ പറയുമ്പോൾ അവന് വച്ച് നോക്കുമ്പോൾ ഞാനാണ് സുന്ദരൻ എന്ന് പറയുമ്പോൾ ചുങ്സിയ പിന്നാലെ തല തിരിച്ചു. അവൻ നേരെ അവിടെ തല തിരിച്ച് ഇവിടെ എന്താണ്, ഞാനിവിടെ അല്ലേ, നിനക്ക് വേറെ പണിയില്ലേ, ഞാൻ വേഗം ഒരു ഇൻഫ്ലുവൻസറെ കണ്ടെത്തണം, അതുകൊണ്ടാണ് സിക്സ് പാക്ക് ഉള്ളവരെ തേടിക്കൊണ്ടിരിക്കുന്നത്, അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കി കൊളാബറേഷന് ഒക്കെ ആക്കിയെടുക്കണം എന്ന് പറയുമ്പോൾ നീ ഇത്രയും നാളും ലൂയിസിനെയല്ലേ നോക്കിയത്, അതൊക്കെ വേണ്ടാത്തതുകൊണ്ടാണോ വേറെ നോക്കുന്നത്, നീ അത്ര പെട്ടെന്നൊന്നും തളരാൻ പാടില്ല. ഹുവാൻജി പറഞ്ഞത് ശരിയാണ്, ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ നോക്കാൻ. അത് കേട്ട ഞാൻ ദേഷ്യം വന്ന് നീ എന്തിനാണ് എപ്പോഴും അവൻ പറയുന്നത് കേൾക്കുന്നത്, നിനക്ക് നിൻ്റെതായ ഒരു തീരുമാനമില്ലേ, നീ എങ്ങനെയുള്ള ആളെ കണ്ടെത്തിയാലും ലൂയിസിൻ്റെ അത്രയും വരില്ല എന്ന് പറയുമ്പോൾ അതിന് നീ എന്തിനാണ് ഇത്രയും ഓവറായിട്ട് റിയാക്റ്റ് ആവുന്നത്. ഓ നീ ലൂയിസിൻ്റെ ആരാധനല്ലേ, ഞാനൊരു കാര്യം മറന്നുപോയി, എനിക്ക് പുള്ളിയെ കാണാൻ പോലും അവസരം കിട്ടിയിട്ടില്ല,
പക്ഷെ അതൊന്നും പ്രശ്നമേ അല്ല, ഇനിയും അവസരം വരും എന്ന് പറഞ്ഞ് അവൾ ലാപ്ടോപ്പ് എടുത്ത് നോക്കുമ്പോൾ നിയാൻ അവിടെ ലാപ്ടോപ്പ് തട്ടിയെടുത്ത് നോക്കിയത് മതിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ലാപ്ടോപ്പ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുക്കുന്നു. അവസാനം അവൾ ആ ലാപ്ടോപ്പ് എടുത്ത് ഓടുകയാണ്. അന്ന് രാത്രി നിയാൻ അവന്റെ ലാപ്പിൽ നിയാനാണ് ലൂയിസ് എന്ന വ്യക്തമായ തെളിവോടെ ലാപ്പിൽ എന്തൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ റൂമിൽ നിന്ന് സൗണ്ട് കേട്ടു. ചെന്ന് നോക്കുമ്പോൾ ചുങ്സിക്ക് വയറുവേദന കാരണം വയ്യാതെ താഴെ കിടക്കുകയാണ്. വേഗം നിയാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമെങ്കിലും എത്ര വയ്യാതെയാണെങ്കിലും അവൾ ഹുവ കുടുംബത്തിലെ മിസ് യു ആണ്. എൻ്റെ വൃത്തികെട്ട ചിത്രങ്ങൾ ആരെങ്കിലും എടുത്താലോ എന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇടാനായി പോകുമ്പോൾ ഇതുപോലുള്ള സമയത്താണല്ലോ നിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ വന്നതെന്ന് പറഞ്ഞ് നിയാൻ അവളെ തൂക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. നേഴ്സിനോട് അവിടെ നിന്ന് വേഗം രക്ഷപ്പെടാനായിട്ട് എനിക്ക് എന്തെങ്കിലും കുറച്ച് മരുന്ന് തന്നിട്ട് എന്നെ വേഗം വിട്ടേക്കെന്ന് പറയുമ്പോൾ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിലും മരുന്നുപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയില്ല, അവൾക്ക് സർജറി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അവളൊന്ന് ഷോക്കായി. സത്യത്തിൽ അവൾക്ക് മൂലക്കുരാണ്. അപ്പോൾ നേഴ്സ് സർജറി ചെയ്യാൻ പേപ്പറിൽ വേണ്ടപ്പെട്ട സൈൻ ചെയ്യണം, സർജറി ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, കാരണം ഇപ്പോൾ നീയാണല്ലോ അവളുടെ കൂടെ ഉള്ളത്, അതുകൊണ്ട് ആരും കൊണ്ട് സൈൻ ചെയ്യണ്ട, എത്ര വേദനയാണെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ഞാൻ വേഗം വന്ന് പേപ്പറിൽ സൈൻ ചെയ്തു. അവൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടായിരിക്കും വന്നത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവന് കൂടി കേട്ടതിനാൽ അവൾക്ക് തന്നെ നാണമാവുന്നു. അങ്ങനെ ഓപ്പറേഷനെല്ലാം കഴിക്കുകയാണ്. നീയാനായിരിക്കും അവൾക്കൊപ്പം ബൈസ്റ്റാൻഡർ. അവൾ അവിടെ സ്റ്റെപ്പ് മദറിനോട് സംസാരിക്കുകയായിരിക്കും. പുതിയ ഫാക്ടറി കാര്യം കറക്റ്റ് ടൈമിൽ നീയാൻ എത്തി. അവനെ കാണുമ്പോൾ നാണം കൊണ്ട് ബെഡ്ഷീറ്റിൽ പുതച്ച് മൂടി. അതിന് നീ എന്തിനാണ് ഒളിക്കുന്നതെന്ന് പറഞ്ഞ് നീയാൻ പുതപ്പ് മാറ്റുമ്പോൾ അവളും അവനെ ഫേസ് ചെയ്യാൻ തന്നെ ഒരു മടിയായി. എനിക്ക് നിന്നെ കാണണ്ട, നീ പോയാലേ ഞാൻ പുതപ്പ് മാറ്റൂ, എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല, എത്ര നേരം പിടിച്ചു നിൽക്കും കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നീയാനും വിട്ടുകൊടുത്തില്ല. ദേഷ്യം വന്ന ചുങ്സ്യ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്, എഴുന്നേറ്റ് അവൻ്റെ കഴുത്ത് പിടിച്ച് കുലുക്കി. അങ്ങനെ കുലുക്കുന്നിടയിൽ നീയാൻ അവളുടെ കൈയൊന്ന് തട്ടിന്ന് പെട്ടെന്ന് അവൾ അവൻ്റെ മേൽ വീണ്. അന്നേരം അത് കണ്ടുവന്ന നേഴ്സ് അവൾക്ക് ഇപ്പോഴാണ് സർജറി കഴിഞ്ഞത്, ധൃതി കാണിച്ച് ഓരോന്ന് കാണിക്കല്ലേ, അവർ കപ്പിളാന്ന് കരുതിയിട്ടാണ് അങ്ങനെ നേഴ്സ് പറഞ്ഞത്. അപ്പോൾ ചുങ്സ്യ ഞങ്ങൾ കപ്പിളൊന്നല്ല, അവനെൻ്റെ അങ്കിളാണ്. അങ്കിളോ? കണ്ടാൽ ചെറുപ്പക്കാരനാണല്ലോ പറയുള്ളൂ. നേഴ്സ് നീയാനുമായി മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ ചുങ്സിക്ക് ചെറുതായിട്ട് അസൂയ തോന്നുന്നു. അവരെ ഓടിക്കാൻ വേണ്ടി തന്നെ അവൾ അമ്മാവൻ്റെ ചെറുപ്പം കണ്ട് വിഡ്ഢിയാവേണ്ട കാര്യമില്ല. അമ്മാവിനെ കണ്ടാൽ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കും, പക്ഷേ 50-ന് മുകളിൽ പ്രായം കൂടിയുണ്ട്. കൂടാതെ 2 തവണ ഡിവോഴ്സാണെന്ന് കേൾക്കുമ്പോൾ നേഴ്സ് വേഗം സ്ഥലം വിട്ടു. നീ എന്തൊക്കെയാണ് അവരോട് പറയുന്നത്? അല്ല, നിനക്ക് ഞാൻ മറ്റുള്ള പെണ്ണിനോട് മിണ്ടുന്നത് തന്നെ നിനക്ക് ദേഷ്യം വന്നോ? നീയാൻ ചോദിക്കുമ്പോൾ അവൾ അവനെ മാറ്റി വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. ബാത്റൂമിൽ കയറി അവൾ അല്ല, ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അസൂയപ്പെടാനായിട്ട് അവൻ ടങ്ഷയല്ലല്ലോ, നീയാനല്ലേ. എൻ്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? ചുങ്സ്യ അത് ടങ്ഷയല്ല, നീയാനാണെന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ പറഞ്ഞു വെച്ച് വാതിൽ തുറക്കുമ്പോൾ നീയാൻ അവിടെ തന്നെ ഉണ്ടാകും. എന്തോരം നേരമായി അകത്ത് എന്തെടുക്കുകയായിരുന്നു? നീയാൻ അവളെ ഇത്രയും കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പോഴല്ലേ ടോയ്ലറ്റിൽ പോയത്, ഇതെന്തിനാ ഇത്രയും കാര്യമായിട്ട് എടുക്കുന്നത്? അതെ, മൂലക്കുരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൂടുതൽ നേരം ഇരുന്നാൽ മുറിവ് ഉണങ്ങാതെ ഇരിക്കും. നിങ്ങളെ പരിപാലിക്കേണ്ട കടമ എനിക്കുണ്ട്, അപ്പോൾ ആരോഗ്യസ്ഥിതി അറിയേണ്ടത് ഉണ്ട്. നിന്റെ മൂലക്കുരു അവസ്ഥയുടെ പിക്ചർ വരെ കണ്ടു എന്ന് നീയാൻ ഉച്ചത്തിൽ പറയുമ്പോൾ ചുങ്സിയ വേഗം അവൻ്റെ വാ പൊത്തി. അതിനെന്താ ഇത്രയും ഉച്ചത്തിൽ പറയുന്നേ, ആരെങ്കിലും കേട്ടാലോ എന്ന് പറഞ്ഞു നിൽക്കവേ അവിടേക്ക് ഹുവാഞ്ചി എത്തി. അവിടെ കോപ്പറായും കണ്ട് നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുന്നു. അല്ല, അമ്മാവൻ്റെ ഇടയ്ക്ക് പല്ലുവേദന വരാറുണ്ട്, അത് ചെക്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് നീയൻ്റെ മുഖത്ത് അവൾ ഓരോ കോഷ്ടി കാണിച്ചു. പ്രസിഡന്റ് ലു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അസുഖമാണെന്ന്, എന്താണ് പറ്റിയെന്ന് ഹുവാഞ്ചി ചോദിക്കുമ്പോൾ നീയൻ പറയാനായി വന്നതും ചുങ്സിയ അവൻ്റെ കയ്യിൽ ഒരു കൊട്ടു കൊടുത്തിട്ട് ചെറിയൊരു അസുഖം, ഇപ്പോൾ കുഴപ്പമില്ല. അതിനിടയിൽ നീയാൻ പറയാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് മൂലക്കുരു വന്നതുപോലും പറയാൻ തന്നെ അവൾ സമ്മതിക്കുന്നില്ല. നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ബെഡിൽ ടോയ്ലറ്റ് പോകാൻ വേണ്ടി നീയാൻ വാങ്ങിച്ച കുഷൻ കാണുന്നു. വേഗം നീയാനെ പിടിച്ചു വലിച്ച് ഇതെന്ത് ഇവിടെ, വേഗം തന്നെ ഒന്ന് മാറ്റിക്കോ, നീ അറിഞ്ഞു, ഇനി വേറെ ആരെയും അറിയിക്കേണ്ട, വേഗം തന്നെ മാറ്റിക്കോ. ഹുവാഞ്ചി ഇത് കണ്ടാൽ എനിക്ക് മൂലക്കൂരാണെന്ന് അവൻ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ നീയാൻ അത് തലോണ വെച്ച് മറിക്കുന്നു. ചുങ്സിയ നീയാനോട് ഇത്ര രഹസ്യമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഹുവാഞ്ചിക്ക് എന്തോന്ന് ഫീലാവുകയാണ്. അപ്പോൾ ഹുവാഞ്ചി അവളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഇപ്പോൾ വിശക്കുന്നില്ല, പുറത്തൊന്ന് നടക്കണമെന്നുണ്ട്. അത് കേട്ട് ഹുവാഞ്ചി കൈ കൊടുക്കുമ്പോൾ അവൾ ഏയ് വേണ്ട, എനിക്ക് അമ്മാവനോടൊപ്പം സംസാരിക്കാനുണ്ട്, എന്നെക്കുറിച്ച് വിഷമിക്കേണ്ട, അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നീയാനെ കൂട്ടിയിട്ടായിരിക്കും അവൾ പോവുക. ഇതൊക്കെ കാണുമ്പോൾ ഹുവാഞ്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശേഷം അവർ മൂവരും ലിഫ്റ്റിൽ കയറുമ്പോൾ ആ സമയത്ത് തന്നെ അവളുടെ വയറ്റിൽ ഗ്യാസിൻ്റെ സൗണ്ട്. ഈ നേരത്തെ തന്നെ വേണം ഹോൾഡ് ചെയ്യാനായിട്ട് അവൾ ശ്രമിച്ചെങ്കിലും അവളുടെ ടെൻഷൻ കണ്ട് ഹുവാഞ്ചി എന്തു പറ്റി? ഒന്നുമില്ല, എന്നൊന്ന് തൊടാതെ ഇരിക്കാൻ പറ്റുമോ?
നിയാനും അവൾ പറഞ്ഞതല്ലേ തുടരുതെന്ന്. അതിന് നിനക്കെന്താടാ? ഞാൻ അവളുടെ അങ്കിളാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കൈ തട്ടി മാറ്റി ഞാനാണ് അവളെ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് നിയാൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചതും പെട്ടെന്ന് അവൾ വളിയിട്ടു. സൗണ്ട് വരെ വന്നു. അവളാണെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് പോലും ചെയ്തില്ല. മണം പരക്കുമ്പോൾ നേഴ്സും ഡോക്ടർ വരെ അവൾ നോക്കി. ഉടനെ ഹുവാൻജി ക്ഷമിക്കണം, ഞാനാണ് ചെയ്തത്. വീണ്ടും അവൾ വളിയിടുമ്പോൾ അയ്യോ അത് ഞാനാണ് ചെയ്തെന്ന് പറഞ്ഞ് ഹുവാൻജി പറയുന്നു. അവൾ ഹുവാൻജിയെ നോക്കുമ്പോൾ ഹുവാൻജി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊള്ളാം, എന്നാൽ നീയാനെ നോക്കുമ്പോൾ ഇനി വിട്ടാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്നു. അവൾക്കാണെങ്കിൽ ആകെ കുഴഞ്ഞ അവസ്ഥയായിരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും അവർ ഇറങ്ങേണ്ട ഫ്ലോർ വരുമ്പോൾ അവൾ മാത്രം അവരെ അവിടെ നിർത്തിയിട്ട് ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. നിയാനും ഹുവാൻജിയും പുറത്തേക്ക് വരുമ്പോൾ നിയാനോട് നിനക്ക് ചുങ്സിയെ ഇഷ്ടമാണോ? അതും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്ത് തന്നെയായാലും നീ അവളുടെ അമ്മാവനാണ്. നീ അത് ഓർക്കുന്നത് നല്ലതാണ്. അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ ഹുവാൻജി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അവളെ ട്രബിൾ ആക്കുമോ എന്നാണ്. അപ്പോൾ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നീ ടങ്ഷിയെ പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ്. അവളെ മുന്നോട്ട് പോകാൻ ഞാനെപ്പോഴും സഹായിക്കും നീയാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടച്ച് പിരിയുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ഡിസ്ചാർജായി അവൾ ഓഫീസിലെത്തുമ്പോൾ അവരുടെ ഡിസൈനിലെ മിക്ക പാറ്റേണും ഒക്കെ ആരൊക്കെ കോപ്പി ചെയ്ത് ലീക്കാക്കിയിരിക്കുന്നു. ഇവർ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ അവർ ഇവരുടെ ഡിസൈൻസ് എല്ലാം ലോഞ്ച് ചെയ്തു. സോ ഇനി ഈ ഡിസൈൻ ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനകം തന്നെ ഹണി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന കാര്യം പബ്ലിക്കിൽ ലീക്കായി. അതിനാൽ ആദ്യം അവർ ഇത് ലീക്കാക്കിയയാളെ കണ്ടെത്തണം. എന്തായാലും അവർ ഇവിടെ വന്നിട്ടാണല്ലോ ലീക്കാക്കിയത്. അപ്പോൾ എന്തായാലും ഫൂട്ടേജ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് ചുങ്സിയ ഫൂട്ടേജൊക്കെ നോക്കുകയാണ്. പക്ഷേ ഫൂട്ടേജ് കുറേ ഉള്ളതിനാൽ അവളെ കൊണ്ട് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ പയ്യെ തിരിയുമ്പോൾ എന്താണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, എനിക്കത് പാഴാക്കാൻ പറ്റില്ല, എന്നെ നോക്കണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അല്ല നമുക്ക് ഇതുവരെ ആ രാജദ്രോഹിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ. ഇമോഷണലൊന്നും നടക്കില്ല. ഞാൻ എന്തായാലും ചെയ്യില്ലെന്ന് നിയാൻ വാശിയിൽ തന്നെ പറയുമ്പോൾ അവൾ നിയാന് ഒരു കിസ് കൊടുത്ത് ഇപ്പോൾ ഓക്കെ ആയില്ലേ? അല്ല ഇപ്പോൾ എന്തിനാ ഉമ്മ തന്നത്? അതോ ആക്സിഡൻ്റ് ആയതാ? ടെൻഷനെന്ന് കരുതിപ്പോയി. അത് ഗൗരവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ലെന്ന് അവൾ പറയുമ്പോൾ ആക്സിഡൻറ്റോ? ഇതെന്തോ അല്ല കാർ അപകടമായിരുന്നോ? എന്നിട്ട് അവളെ പിടിച്ചു വലിക്കുമ്പോൾ അറിയാതെ വീണ്ടും കിസ് ചെയ്ത് ഇതാണ് എൻ്റെ പ്രതിഫലം. എന്തായാലും ഞാനിപ്പോൾ നല്ല മൂഡിലാണ്, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരായിരിക്കും ഇരുന്ന് CCTV ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും അതിനിടയിൽ ഒളിച്ച് കളിച്ചൊക്കെയായിരിക്കും നടക്കുക. എന്നാൽ വന്ന കാര്യം പോലും നടന്നില്ല. ഇപ്പോൾ നിയാനും ചുങ്സിയും വീട്ടിലെത്തി. പക്ഷേ ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ ആളെ കണ്ടെത്താനും പറ്റില്ല. നിയാനും നല്ല ഉറക്കം വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ച ചുങ്സിയ വേണമെങ്കിൽ പോയി കിടന്നോ എന്ന് പറയുമ്പോൾ അവന് കുഴപ്പമില്ല. എന്നിരുന്നാലും നിയാൻ ഉറക്കപ്പീച്ചലായിരിക്കും. അവനൊന്ന് ഉണർത്താനായിട്ട് ചുങ്സിയെ കിസ് ചെയ്യാൻ പോകുന്നത് പോലെ ക്ലോസായി പെട്ടെന്ന് അവൻ്റെ തലയിലൊന്ന് കൊട്ടി. അവനാണെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് പോലും ചെയ്തില്ല. ഓക്കെയില്ലേ എന്നെയും കൊട്ടാനായി പറഞ്ഞ് അവൾ കണ്ണടയ്ക്കുമ്പോൾ അവനവളെ കൊട്ടാൻ പോലും തോന്നിയില്ല. അവൾക്കൊരു ഉമ്മ കൊടുക്കാനേ തോന്നിയത്. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് മുഖം മാറ്റി. ചുങ്സിയ നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നേ? അവൻ നിയാനാണ്. അവനിൽ വീഴരുതെന്ന് മനസ്സിനെ പറഞ്ഞയച്ച് അവൾ ഒന്ന് നടക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടും നിയാൻ അവളെ പിടിച്ചിരുത്തി. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആരോ പകുതി ഫൂട്ടേജ് കളഞ്ഞിരിക്കുന്നു. ചുങ്സിയ ഒരു ലാഭം കൊണ്ടുവന്നിട്ടില്ല. പോരാത്തതിന് ഇപ്പോൾ വിൽപ്പന അത്ര നല്ലതല്ല. ഒരു പക്ഷേ ഞാൻ ബിസിനസ്സിൽ കഴിവുള്ളവളായിരിക്കില്ല. ടങ്ഷി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ ഞാനൊരു മിനിറ്റ് നിനക്ക് തരാം, നീ അവനായി കണ്ട് പറയുന്നതൊക്കെ പറഞ്ഞോ എന്ന് പറഞ്ഞ് ചുങ്സിയെ കെട്ടിപ്പിടിച്ചു. നീ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനില്ലെങ്കിലും നീ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം. ഇങ്ങനെ തന്നെ മുന്നോട്ടേ പോയാൽ മതി. ഞാനെപ്പോഴും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ ചുങ്സിയ ടങ്ഷിയാണെന്ന് കരുതി പൊട്ടിക്കരഞ്ഞു. നിയാന് അവളെ കുറച്ചെങ്കിലും സമാധാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. കരച്ചിലൊക്കെ കഴിഞ്ഞ് അവളൊന്ന് കംഫർട്ട് ആകുമ്പോൾ അവനോട് താങ്ക്സ് പറയുകയും നിയാൻ്റെ ഷർട്ടിൽ കണ്ണുനീര് മാറ്റി അതവളെ തുടച്ചു കളഞ്ഞു. എന്നെ തൊടാൻ വല്ല നീ അവസരം മുതലാക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അന്നേരം നിയാൻ്റെ ഷർട്ടിലെ ട്രഡീഷണൽ കസ്റ്റം ചെയ്ത ഡിസൈൻ കാണുമ്പോൾ ടങ്ഷി ഇതേപോലെയാണ് ഡോഗിൻ്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അവനും ചെയ്യുന്ന ഓരോ കാര്യം ട്രഡീഷണലായിട്ട് തന്നെ തോന്നും. എന്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്തുകൂടാ? അതിനു മുന്നേ ആ കുട്ടികളെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് പുതിയ ഐഡിയ കിട്ടിയ സന്തോഷത്തിൽ അവൾ ഗ്രൂപ്പിൻ്റെ ഉൽപ്പന്ന തന്ത്രം നീണ്ട സർക്കിളാണ്. പിന്നെന്തിനാണ് അവർ ജ്വല്ലറിയിലായി പിടിച്ചത്? 1 മാസത്തിനുള്ളിൽ
എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ ചിന്തിച്ച് അന്നേരം ലൂവ വിളിച്ച് നിങ്ങളുടെ പുതിയ ജ്വല്ലറി ഡിസൈനൊക്കെ ഞാൻ കണ്ടു. ലൂയിസോ നിങ്ങളെന്താ വല്ല കൊളാബറേഷന് വേണ്ടിയാണ് വിളിച്ചതെന്ന് കരുതിയിട്ട് ലൂയിസിന്റെ പേരായിരിക്കും ഞാൻ വിളിച്ചത്. ലൂയിസ് വിളിച്ചത് കൊളാബറേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്ന് കരുതിയിട്ട് അവർ വല്ല കൊളാബറേഷന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ഡിസൈൻ വേണ്ട, അത്ര നല്ലതല്ല, വാൻവേർഡിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ. അപ്പോൾ അവർ കൊളാബ് ചെയ്യാനല്ലേ വിളിച്ചത്, എന്താണവോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് അവരുടെ ഡിസൈൻ മോഷ്ടിച്ചത്? അവരെങ്ങാനും തെളിവ് കണ്ടെത്തിയാൽ അത് വലിയ പ്രശ്നമാകും. നിങ്ങൾ യുവ ചാങ്സ് ഗ്രൂപ്പിലെ ഇൻവെസ്റ്റർ അല്ലേ, അതിലെ ഫണ്ട് നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ യൂസ് ചെയ്യുന്നത് അതിലും വലിയ ക്രൈമല്ലേ. അല്ല, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതും പിന്നീട് കാണിക്കുന്നത് ആരൊരാൾ ചുങ്സിയുടെ കമ്പനിയിൽ കയറി മിക്ക ഫൂട്ടേജ് കളഞ്ഞതല്ലേ. ആരാണ് ഇക്കാര്യം പറഞ്ഞെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഓണാക്കി നീയാനും ചുങ്സിയും അവളുടെ അസിസ്റ്റന്റ് അവരെ കൈയോടെ പൊക്കി. ഓഹോ, നീയാണല്ലോ ഡിസൈനൊക്കെ ചോർത്തിയത്. ഇതെങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാൽ കുറ്റവാളി ഒരു വ്യാജ പേര് ഉപയോഗിച്ചാണ് ഇമെയിൽ വഴി അവരെ ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ ഞാൻ പേടിക്കേണ്ട, ലൂവോനോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കില്ല. അല്ല, നീ ആരാടാ? എല്ലാവരെയും അറിയാലോ നിനക്ക്. ഗസ് ചെയ്ത് ഞാൻ ഒരുപാട് ഗസ്സെല്ലാം തന്നതല്ലേ, നീ അതൊന്നും കണ്ടെത്തിയിട്ട് പോലില്ലല്ലോ. വലിയ വില കൂടിയ ഡ്രസ്സും ഡീസൻറ്റ് പെരുമാറ്റം. അപ്പോൾ നീ ഒരു പണക്കാരൻ തന്നെ, അതുകൊണ്ടാണ് ഒരുപാട് കണക്ഷൻ ഉണ്ടാകുന്നത് അല്ലേ? അല്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ ക്യാഷായിരിക്കും ഇതെല്ലാം. അല്ല, ജോലിക്കും പൊക്കൂടെ? ഇപ്പോൾ പ്രസന്റിൽ അവർ കൈയോടെ പൊക്കിയിട്ടും അവർ കുറ്റം പോലും സമ്മതിക്കുന്നില്ല. അതിനാൽ ചൊങ്സിയെ കുറ്റസമ്മതം നടത്താൻ ഒരു അവസരം തരാം. അപ്പോൾ ആ ലേഡി പറയുന്നത്, ഇതിനകം തന്നെ CCTV ഫുട്ടേജ് പോലും നിങ്ങളുടെ കയ്യിലില്ല, ഒരു തെളിവുമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും? കേസ് കൊടുത്താലും ജയിക്കാൻ പറ്റില്ല. ഈ ചെയ്തതിന് ഒട്ടും നീ ഖേദിക്കുന്നില്ലേ എന്ന് ചൊങ്സിയെ ചോദിക്കുമ്പോൾ അവർ കുറ്റം സമ്മതിക്കുന്നത് പോലുമില്ല. വേണമെങ്കിൽ കേസ് കൊടുത്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഹുവാൻജി ഡിലീറ്റാക്കിയ ഫുട്ടേജുമായിട്ട് വരികയാണ്. എന്നിട്ട് ആ ഫുട്ടേജ് കാണിക്കുമ്പോൾ ഇതിലുള്ളത് നീയല്ലേ, എന്നിട്ട് അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. അതോടൊപ്പം കമ്പനി നീയെപ്പടി സ്വീകരിക്കുകയും നിന്റെ പ്രവൃത്തി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ തരേണ്ടി വരും, വേഗം പോയിക്കോ, പോകുന്നതിന് മുന്നേ ഒരു ലോയറെ കണ്ടെത്തിക്കോ എന്ന് ചുങ്സിയെ പറയുമ്പോൾ ആ ലേഡി ഒന്ന് പേടിച്ചു പോയി. ദയവായി ഒരു അവസരം കൊടുത്തരൂ എന്ന് കെഞ്ചി പറയുമ്പോൾ ചുങ്സിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് അവളെ സഹായിച്ചതിന് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഹുവാൻജിയോട് എടുത്ത് നന്ദി പറയുകയാണ്. നിങ്ങളിത് കണ്ടെത്തി തന്നില്ലായിരുന്നെങ്കിൽ എന്താകും എന്ന് ഹുവാൻജിയോട് മാത്രം നന്ദി പ്രകടനം കാണുമ്പോൾ നീയാന് ഒട്ടും പിടിക്കുന്നില്ല. അവനെന്തോ പറയാനായി വന്നതും പെട്ടെന്ന് അസിസ്റ്റന്റ്, നമ്മുടെ അടുത്ത നീക്കം എന്താണ് മാഡം? 4 ദിവസത്തിനുള്ളിൽ ഒരു പരിഹാരം കാണണം. വിഷമിക്കേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീയാനെ നോക്കി തിരിയുമ്പോൾ അവൻ നോക്കുന്നത് പോലും ഇല്ല. വീട്ടിലെത്തുമ്പോൾ അവൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹുവാൻജി ഉള്ളത് കൊണ്ട് ആ രാജ്യദ്രോഹിയെ വേഗം കണ്ടുപിടിച്ച് എന്ന് കേൾക്കുമ്പോൾ നീയാനും പറയുന്നുണ്ട്, അതെ, ഞാനും ഹുവാൻജി ചേർന്നാണ് അത് പരിഹരിച്ചത്, നിങ്ങളുടെ കഴിവിൻ്റെ ഫലം കൊണ്ടൊന്നുമല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, നീ എന്തിനാണ് എന്നെ സഹായിച്ചത്? നീയില്ലാതെ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നീയാൻ അവളൊന്ന് നോക്കിയതും, എന്നാലും നിങ്ങൾക്ക് നന്ദിയുണ്ട്. ദേഷ്യം വന്നാൽ നീയാൻ ക്ലോസ് ആയിട്ട് പിന്നെ എന്നെന്തേ കൂട്ടുപിടിച്ചത്? അവനെ വിളിച്ചാൽ പോരെ? നിനക്ക് നല്ല അസുഖമുണ്ടല്ലേ? നീയാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നത്. നീ എന്നെ മാത്രം വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ നിന്നത്. എന്നിട്ടിപ്പോൾ വേറെ ആളെ കൂട്ടുപിടിച്ചപ്പോൾ നിനക്ക് അവനെ മാത്രം മതി. ഞാനപ്പോൾ പൊട്ടനായില്ലേ, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ പ്രാന്തകനാകലെ, ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ വായിൽ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ എന്തിനാണ് അവനെ കളിയാക്കുന്നത്? അവൻ ദേഷ്യപ്പെട്ടാൽ ഞാൻ എന്തിനാണ് വിഷമിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഓക്കെ, ഇത്തവണ ക്ഷമിക്കാം, പിന്നീട് വീണ്ടും ഇങ്ങനെ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ആ ലേസ് കടിച്ചിട്ട് പോയി. അവൾക്കാണെങ്കിൽ നാണം കൊണ്ട് ചീരയാണ് വരുന്നത്. ഇവിടെ അവിടെ സ്റ്റെപ്പ് മദർ നടന്ന കാര്യമൊക്കെ അറിയുകയാണ്. ഇനി നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്നു. പിന്നീട് നീയാനും ചുങ്സിയും കൂടി ട്രഡീഷണലായി ജ്വല്ലറി ഉണ്ടാക്കുന്ന മാസ്റ്റർ ഷങ്ങിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ പുള്ളി അവരുമായിട്ട് സഹകരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവരോട് പൊക്കോളാം എന്ന് പറയുന്നു. കാരണം ഇതേപോലെയുള്ള മുതലാളിമാർ അദ്ദേഹത്തെ സമ്മതിച്ചിട്ടുണ്ട്. ആദ്യമെല്ലാം മധുരമായിട്ടായിരിക്കും സംസാരിക്കുക, പിന്നീട് ചൂഷണ രീതിയിലായിരിക്കും എത്തുന്നത്. ലാഭത്തിന് വേണ്ടിയല്ല അയാൾ കാര്യം ചെയ്യുന്നത്. പക്ഷേ പരമ്പരാഗത കരകൗശല വൈദ്യുതത്തോട് ഒരു ബഹുമാനം ആർക്കുപോയി ഇല്ലാതായിപ്പോയി. അപ്പോൾ ചുങ്സിയ, ഞങ്ങൾ തീർച്ചയായും അങ്ങനെ ചെയ്യില്ല, മുൻകൂട്ടി കരാറുകളിൽ ഒപ്പിടാമെന്ന് പറയുമ്പോൾ അയാൾക്ക് കരാർ എന്താണെന്ന് പോലും എന്നറിയില്ല. അയാൾ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അവരോട് പൊക്കോളാമെന്ന് പറഞ്ഞു. വാതിലടയ്ക്കാൻ പോയതും ചുങ്സിയുടെ കയ്യിൽ അത് പെട്ട കാരണം നീയാനും അവൻ്റെ കൈ അവിടെ വയ്ക്കുന്നു. വേഗം അവൾ വാതിൽ തുറന്നു. അതിൻ്റെ പേരിൽ അവരെ മാസ്റ്റർ ഷങ് അകത്തേക്ക് കയറി. നീയാൻ്റെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ടാവും, മരുന്നൊക്കെ പറ്റുമ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താ, എന്നെക്കുറിച്ച് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മാസ്റ്റർ ഷങ് വന്ന് കൊളാബറേഷനെ കുറിച്ച് ഒന്നും കേൾക്കേണ്ടിയില്ല, പക്ഷേ ഇന്ന് അല്പം വൈകി, ഒരു രാത്രി ഇവിടെ നിന്നേക്ക് എന്ന് പറഞ്ഞ് ചുങ്സിയ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കൈയൊന്നും മടക്കി വേദന എടുത്ത് ഞാൻ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഒച്ച ഉണ്ടാക്കുമ്പോൾ അതിനിടയിൽ
അവളും കാര്യം നടക്കാൻ അയാളെ കാണിച്ച് ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്ത് ഊതിയത് കൊടുക്കുന്നു. അത് കണ്ട അയാൾ മതി മതി, ഇവിടെ ഒരു റൂമുണ്ട്, നിങ്ങൾക്കിന്ന് ഇവിടെ കഴിയാം, നാളെ രാവിലെ തന്നെ പൊക്കോളണം. അപ്പോൾ അവൾ, ഒരു റൂമേ ഉള്ളൂ, ഞങ്ങൾ കപ്പിൾസ് ഒന്നും അല്ലാട്ടോ, ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ സ്ഥലമില്ല, നിങ്ങളിപ്പോൾ പോകുന്നത് നല്ലത് എന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട, ഞങ്ങൾ കപ്പിൾസാണ്, ഒരു റൂം തന്നെ ധാരാളം എന്ന് പറഞ്ഞ് നിയാനെ കെട്ടിപ്പിടിച്ച് അവസാനം അത് ഓക്കെ ആക്കി എടുക്കുകയാണ്. ഇതോടെ ഡ്രാമ കഴിയുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടണേ.